കോളിളക്കം സൃഷ്ടിച്ച പോൾ മുത്തൂറ്റ് വധക്കേസിൽ തിരുവനന്തപുരം സിബിഐ പ്രത്യേക കോടതി ഇന്ന് വിധി പറയും. പോൾ ജോർജിനെ കുത്തിക്കൊലപ്പെടുത്തിയ ഗുണ്ടാ നേതാവ് കാരി സതീഷ് അടക്കം 14 പ്രതികളാണ് കേസിലുള്ളത്. കൊലപാതകം നടന്ന് 6 വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി പറയുന്നത്. 2009 ഓഗസ്റ്റ് 21-നാണ് മുത്തൂറ്റ് എം ജോർജ് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ മുത്തൂറ്റ് ജോർജ് ചങ്ങനാശ്ശേരിക്ക് സമീപം വെച്ച് കൊല്ലപ്പെട്ടത്. കുരങ്ങ് നസീർ എന്നയാളെ ആക്രമിക്കാൻ ഗുണ്ടാ നേതാവ് കാരി സതീഷ് സംഘവും കൊട്ടേഷൻ എടുത്ത ശേഷം ചങ്ങനാശ്ശേരിയിൽ നിന്ന് മണ്ണഞ്ചേരിയിലേക്ക് പോകും വഴി ജോർജിന്റെ കാറ് തട്ടി ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റെങ്കിലും പോൾ വണ്ടി നിർത്തിയില്ല. ഇത് കണ്ടുനിന്ന കാരി സതീഷ് സംഘവും വാഹനം പിന്തുടർന്ന് പോളിനെ തടഞ്ഞു നിർത്തിയതിനെ തുടർന്ന് വാക്കുതർക്കമുണ്ടായി. ഇതിനിടയിൽ പ്രകോപിതനായ കാരി സതീഷ് കയ്യിലിരുന്ന് കത്തിയെടുത്ത് പോളിനെ കുത്തി കൊലപ്പെടുത്തിയെന്നാണ് സിബിഐയുടെ കേസ്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സിബിഐ ഏറ്റെടുക്കുകയായിരുന്നു. ജയചന്ദ്രൻ, കാരി സതീഷ്, സത്താർ, സുജിത് എന്നിവർ ഉൾപ്പെടെ 14 പ്രതികളാണ് കേസിലുള്ളത്. കൊലപാതകം, ഗൂഢാലോചന എന്നീ 2 കുറ്റപത്രങ്ങളാണ് സിബിഐ കോടതിയിൽ സമർപ്പിച്ചത്. 2012 മാർച്ച് 19 ആരംഭിച്ച വിചാരണയിൽ 123ഓളം സാക്ഷികളുടെ മൊഴി കോടതി രേഖപ്പെടുത്തി. 7 പേരെയാണ് ഈ കേസിൽ സിബിഐ മാപ്പുസാക്ഷിയാക്കിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.